അഡൾട്ട് ഡയപ്പേഴ്സ് ആർ ഔട്ട് സെല്ലിംഗ് ബേബി ഡയപ്പേഴ്സ്. കുട്ടികൾക്ക് ഡയപ്പർ കിട്ടില്ലേ, ആ കുട്ടികളുടെ ഡയപ്പറിനല്ല മാർക്കറ്റിൽ ഡിമാൻഡ്, പ്രായമായിട്ട് കിടപ്പിലായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ഡയപ്പറിനാണ്. കാരണം കുട്ടികൾ വളരെ കുറവേ ഉണ്ടാവുന്നുള്ളൂ. പ്രായമായിട്ടുള്ള ആളുകൾ 90 വയസ്സും 100 വയസ്സും ആയിട്ടുള്ള ആളുകൾ വളരെ കൂടുതലാണ്. അത് ഓൾഡ് പോപ്പുലേഷൻ. നമുക്ക് ഗ്ലോബൽ സപ്ലൈ ഓഫ് ലേബർ ഇന്നിപ്പോ ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാരൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. ഇന്ത്യയിൽ ഇപ്പൊ നമ്മുടെ പ്രധാനമായിട്ടുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ, നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്ക് കഴിയുന്നത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ചെറുപ്പക്കാരെ, അതേ നിങ്ങളുടെ പ്രായം. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യ, അപ്പൊ ചൈനയെ ഓവർടേക്ക് ചെയ്തു നമ്മള്. ചൈനയിലെ ജനങ്ങൾ ഇല്ല എന്നുള്ളൊരു പ്രോബ്ലമാണ്. ഇപ്പോ ജനസംഖ്യ കുറയുന്നത് കാരണം ഉണ്ടാവുന്ന പ്രോബ്ലമാണ് ചൈനയില്. 146 കോടി ജനങ്ങൾ ഇന്ത്യയില്. ഈ 2025 ലേറ്റസ്റ്റ് കണക്ക്, ഒരു പോപ്പുലേഷൻ മീറ്റർ ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും പോപ്പുലേഷൻ എത്രയാന്നുള്ളത് കണക്ക് കാണാം. ഇന്ത്യയുടെ ജനസംഖ്യയുടെ പ്രത്യേകത, നമ്മളെ ഏറ്റവും യംഗസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും പ്രായം കുറവുള്ള പോപ്പുലേഷനാണ്. ആ പ്രായം കുറവ് എന്ന് പറയുന്നത് മീഡിയൻ ഏജ് നോക്കിയിട്ടാണ്. മീഡിയൻ നിങ്ങൾ സ്കൂളിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, +2 തന്നെ. ഇന്ത്യയിലത്തെ മീഡിയൻ ഏജ് 28ആണ്. മീഡിയൻ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല, മീഡിയൻ ബോർഡ് പഠിച്ചിട്ടുള്ളതാണല്ലോ അല്ലെ. ചുരുക്കി പറയുകയാണെങ്കിൽ മീഡിയൻ പ്രായം 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? 50% ജനങ്ങളും 28 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് അർത്ഥം. ഇന്ത്യയിലത്തെ ഈ 146 കോടി ജനങ്ങളിലെ 50% നിങ്ങളുടെ പ്രായമാണ്, എന്റെ പ്രായമല്ല. അതാണ് യംഗസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അത് തന്നെ ചൈനയിൽ നോക്കി നോക്കൂ, 38.4 അവിടുത്തെ മീഡിയൻ ഏജ്. അമേരിക്കയിൽ 38.5 മീഡിയൻ ഏജ്. ജപ്പാനിൽ പ്രായമായിട്ടുള്ള ആളുകളുടെ ഒരു പ്രളയമാണ്, 49. കുട്ടികൾ ഉണ്ടാവുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളിൽ കണ്ടത്, ജപ്പാനില് അഡൾട്ട് ഡയപ്പേഴ്സ് ആർ ഔട്ട് സെല്ലിംഗ് ബേബി ഡയപ്പേഴ്സ്. കുട്ടികൾക്ക് ഡയപ്പർ കിട്ടില്ലേ, ആ കുട്ടികളുടെ ഡയപ്പറിനല്ല മാർക്കറ്റിൽ ഡിമാൻഡ്, പ്രായമായിട്ട് കിടപ്പിലായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ഡയപ്പറിനാണ്. കാരണം കുട്ടികൾ വളരെ കുറവേ ഉണ്ടാവുന്നുള്ളൂ. പ്രായമായിട്ടുള്ള ആളുകൾ 90 വയസ്സും 100 വയസ്സും ആയിട്ടുള്ള ആളുകൾ വളരെ കൂടുതലാണ്. അത് ഓൾഡ് പോപ്പുലേഷൻ. ഇന്ത്യ ഹാസ് എ യങ് പോപ്പുലേഷൻ. അത് നമ്മുടെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതിന് നമ്മൾ ഇക്കണോമിക്സിൽ പറയുന്നത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാണ്. ഡെമോഗ്രാഫി വെച്ചാൽ സയൻസ് ഓഫ് പോപ്പുലേഷൻ ആണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ ജനസംഖ്യാശാസ്ത്രപരമായിട്ടുള്ള എല്ലാത്തിനെയും ഡെമോഗ്രാഫിക് എന്ന് പറയും. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുപ്പമായിട്ടുള്ള ജനസംഖ്യ ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്ന ആ ഗുണമേന്മയ്ക്കാണ്, അതിന്റെ അഡ്വാൻറ്റേജസിനാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയില് നമ്മുടെ ജനസംഖ്യന്റെ 62% വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണ്. അതാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് എ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ വിച്ച് ഈസ് അബവ് 60%. ജനസംഖ്യന്റെ 62% വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണ്. വർക്കിംഗ് ഏജ് എന്ന് പറഞ്ഞാലോ 15 വയസ്സ് മുതൽക്ക് 60 വയസ്സ് വരെയാണ് വർക്കിംഗ് ഏജ് എന്ന് പറയുന്നത്. അതിൽ 62%. അപ്പൊ ലേബർ ഫോഴ്സ് നമുക്ക് കൂടുതലുണ്ട്. ആ ലേബർ ഉണ്ടാവുമ്പോ സമയത്ത് എന്തൊക്കെ അഡ്വാൻറ്റേജ്? ഒന്ന്, ഉയർന്ന വളർച്ചാ നിരക്ക് ഉണ്ടാവുന്നു. 2, നമുക്ക് ഗ്ലോബൽ സപ്ലൈ ഓഫ് ലേബർ. ഇന്നിപ്പോ ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാരൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. കാരണം വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ജോലി ചെയ്യാൻ ആളുകൾ ആവശ്യമാണ്, ജനങ്ങളെ കിട്ടുന്നില്ല. ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെങ്കിലും ഇപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ സ്വീകരിക്കുന്നത് എന്താ വെച്ചാല് പല ജോലിക്കും ആളില്ല. ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വിഷമമില്ല, എല്ലാ ജോലിയും ഞാൻ തയ്യാറാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗ്ലോബൽ സപ്ലൈ ഓഫ് ലേബർ, ഒരുപാട് ആളുകൾ പണ്ട് നമ്മള് ഇന്ത്യയിൽ നിന്ന് കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ പോയിരുന്നത് ഗൾഫിലേക്കാണ് ജോലി ചെയ്യാൻ വേണ്ടി പോയിരുന്നത്. 70കളിലും 80കളിലും 90കളിലും 2000 തുടക്കങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ സ്ഥിതി ആകെ മാറുകയാണ്. ഇന്നിപ്പോ ചെറുപ്പക്കാർ പോണത് ന്യൂസിലാൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും UK ഒക്കെയാണ്. അവിടെ പോകുമ്പോഴുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇതൊക്കെ വികസിത രാജ്യങ്ങളാണ്, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കൂടുതലാണ്. ഗൾഫിലേക്ക് പോകുമ്പോൾ ഉദ്ദേശം എന്താണ്? കഴിയുന്നത്ര അവിടെ കാലം ജോലി ചെയ്ത് കഴിയുന്നത്ര പണം ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് വരിക, ഒരു വീടൊക്കെ വെക്കുക, കുടുംബത്തിനെ നോക്കുക, മക്കളുടെ കല്യാണം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കുക,
അപ്പോ കഴിയുന്നത്ര പണം ഉണ്ടാക്കി നാട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. ഗൾഫ് പോയിട്ടുള്ള ആൾക്കാരൊക്കെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. നേരെ വെച്ച് ന്യൂസിലാൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും യു കെയിലേക്കും പോകുന്ന ആൾക്കാർ അവിടെ സെറ്റിൽ ചെയ്യുന്നത്. ദേ ആർ നോട്ട് കമ്മിങ് ബാക്ക്. അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. അപ്പൊ ആ ഗ്ലോബൽ സപ്ലൈ ഓഫ് ലേബർ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഹാവ് എ യങ് പോപ്പുലേഷൻ, വി ഹാവ് എ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആൻഡ് വി ഹാവ് എ ഹ്യൂജ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. മാത്രമല്ല ആളുകളുടെ എണ്ണം കൂടുമ്പോൾ കൺസംഷൻ കൂടും. കൺസംഷൻ കൂടുന്ന സമയത്ത് കൂടുതൽ കൺസ്യൂം ചെയ്യണമെങ്കിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും. ഡിമാൻഡ് ഉണ്ടാവണമല്ലോ കൂടുതൽ കൺസംഷൻ ഉണ്ടാവുന്നത്. കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ ഉത്പാദനം നടത്തണം. കൂടുതൽ ഉത്പാദനം നടത്താൻ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അങ്ങനെ സാമ്പത്തിക വളർച്ച ഉണ്ടാവും. പക്ഷെ ഇതതിന്റെ പോസിറ്റീവ് സൈഡാണ്. നെഗറ്റീവ് സൈഡും ഉണ്ട്. നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ വലിയ ചാലഞ്ചസ് ഉണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ നമ്മുടെ പ്രധാനമായിട്ടുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ, നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്ക് കഴിയുന്നത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിൽ വേണ്ടത്ര വിജയം നേടാൻ സാധിക്കുന്നില്ല. എളുപ്പമുള്ള കാര്യമല്ല, എങ്കിലും നമുക്ക് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. ഒരു വർഷത്തില് 80 ലക്ഷം ചെറുപ്പക്കാരാണ് തൊഴിലന്വേഷിച്ച് മാർക്കറ്റിലേക്ക് വരുന്നത്, തൊഴിൽ വിപണിയിലേക്ക് വരുന്നത്. വി വോണ്ട് ജോബ്സ്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, പീപ്പിൾ ലൈക്ക് യു. 80 ലക്ഷം ഒരു വർഷത്തില്. 10 വർഷം എടുക്കുകയാണെങ്കിലോ 8 കോടിയാവും. അപ്പൊ അതനുസരിച്ച് തൊഴിലാളികൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, പുതിയ വ്യവസായങ്ങൾ വരുന്നുണ്ട്, സ്റ്റാർട്ടപ്സ് ഉണ്ടാവുന്നുണ്ട്, സ്വന്തമായിട്ട് ബിസിനസ് ആളായി മാറും, ഓൺട്രപ്രണേഴ്സായി മാറുന്നുണ്ട്. എന്നാലും നമുക്ക് എത്രമാത്രം തൊഴിലവസരങ്ങളാണോ ആവശ്യം, ആ ആവശ്യത്തിന് അനുസൃതമായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ന്യൂനത. അവിടെയാണ് നമുക്ക് വെറുതെ കുട്ടികൾ കോളേജിൽ പഠിച്ച് വെറുതെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വന്നിട്ടൊന്നും കാര്യമില്ല. സ്കില്ല് വേണം, വൈദഗ്ധ്യം വേണം. അവിടെയാണ് ഇപ്പൊ അക്കൗണ്ടൻസ് അക്കാഡമിയുടെ ഒക്കെ തന്നെ മികവ് വരുന്നത്. നിങ്ങളെയൊക്കെ തന്നെ ഒരു സ്കില്ലാണ് പഠിപ്പിക്കുന്നത്, അല്ലാണ്ട് വെറുതെ ചരിത്രമൊന്നുമല്ല പഠിപ്പിക്കുന്നത്. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് ആ BA പഠിച്ചു, BA കഴിഞ്ഞു, ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്താന്ന് നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ അക്കൗണ്ടിങ് ചെയ്യാനോ ഒന്നും അറിയില്ല. അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ വി നീഡ്, ഗവൺമെന്റ് ഈ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കിൽ ഇന്ത്യ എന്നുള്ളൊരു മിഷൻ തന്നെ ഉണ്ട്, സ്കിൽ ഇന്ത്യ മിഷൻ. ആ സ്കിൽ ഇന്ത്യ മിഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതന്നെ ITIസിലേക്ക് തന്നെ, IITs അല്ല, ITIസിലേക്ക് തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കീംസ് ഉണ്ട്. കാർപ്പന്റേഴ്സിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കീംസ് ഉണ്ട്, പിന്നെ പലതും ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെയാണ് അക്കൗണ്ടൻസ് അക്കാഡമിന്റെ ഒക്കെ തന്നെ ഒരു റോളും ഒരു മികവും ഒക്കെ തന്നെ ഞാൻ കാണുന്നതും അപ്രീഷിയേറ്റ് ചെയ്യുന്നതും. സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇഫ് യു ഹാവ് എ സ്കിൽ ദെൻ യു ഹാവ് എ ജോബ്. സ്കില്ലുള്ള ആൾക്കാരെയാണ് വേണ്ടത്. ഞങ്ങൾ ജീവിതത്തിലൊക്കെ തന്നെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം, ആളുകൾ വരുന്നുണ്ട്, ഡിഗ്രി ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, സ്കില്ലുണ്ടോ? സ്കില്ലില്ല. അപ്പോ ആ ഒരു പ്രത്യേക മേഖലയിൽ വൈദഗ്ധ്യം വേണം, സോഫ്റ്റ് സ്കിൽസ് വേണം, സംസാരിക്കാൻ സാധിക്കണം, എഴുതാൻ സാധിക്കണം, കൗണ്ടിങ് അറിയണം. ആ തരത്തിലുള്ള സ്കില്ലിംഗ് ഒരു പ്രധാനമായിട്ടുള്ള ചാലഞ്ചാണ്. അവിടെ എല്ലാം സർക്കാർ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൂടാ, അത് പ്രൈവറ്റ് സെക്ടറും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷാജു എന്റെ സ്റ്റുഡന്റിനെ ഈ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് സ്ലൈഡ്. ഇത് ഞാൻ എപ്പോഴും എല്ലാ പ്രസന്റേഷനിലും പറയുന്നതാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അടുത്തൊരു 10-12 വർഷത്തിൽ എന്താണ് ഉണ്ടാവാൻ പോണത്, ഇതിനെക്കുറിച്ച് അധികം ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് ഇയർ ജി ഡി പി എന്നിങ്ങനെ കാണാൻ സാധിക്കും. ഈ 2008 ബോൾഡിൽ കൊടുത്തിട്ടുണ്ട്. 2008 ഇന്ത്യ 1 ട്രില്യൺ GDP. 1239 നമുക്കവിടെ വായിക്കാൻ പറ്റും. അത് ബില്യൺ ആണ്. അത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ട്രില്യൺ ആവണത്. ലക്ഷം കോടിയാണ് ട്രില്യൺ. ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ അത് കൺഫ്യൂഷനാണ്. മില്യൺ, ബില്യൺ, ട്രില്യൺ എന്ന് പറഞ്ഞാൽ അത്ര കൺഫ്യൂഷൻ ഇല്ല. 2008 നമ്മൾ 1.2 ട്രില്യൺ, $1 ട്രില്യൺ GDP ഉള്ള രാജ്യമായിട്ട് മാറുന്നത്. അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 61 കൊല്ലം വേണ്ടി വന്നു എന്നർത്ഥം. 1 ട്രില്യൺ 2 ട്രില്യൺ ആവുന്നത് പിന്നെ 7 കൊല്ലം കൊണ്ടാണ്. 2015 എന്നുള്ള വർഷം നോക്കി നോക്കൂ. 2015 2039 GDP, അതായത് 2 ട്രില്യൺ ആയി. അടുത്ത 3ാമത്തെ ട്രില്യണിലേക്കുള്ള യാത്ര ഒരു 6 വർഷം കൊണ്ട് സംഭവിക്കേണ്ടതാണ്. പക്ഷേ 5 വർഷം കൊണ്ട് സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ കോവിഡ് വന്ന് 2 വർഷം പോയി. 1 വർഷം നെഗറ്റീവ് GDP ഗ്രോത്ത്, 1 വർഷം പിന്നെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് 3 ട്രില്യൺ എത്തിയത് 2022 വീണ്ടും 7 വർഷം എടുത്തു. 4 ട്രില്യൺ നമ്മുടെ ഈ വർഷത്തിലെത്തും.
കുറച്ച് മാസങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പത്രത്തിൽ വായിക്കും ഇന്ത്യന്റെ GDP $4 ട്രില്യൺ ആയി എന്ന്. യാതൊരു സംശയവും വേണ്ട. പത്രത്തിൽ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഓർത്താൽ മതി. അതായത് 3 നമ്മൾ 4 എത്തുന്നത് എത്ര വർഷത്തിനുള്ള? 3 വർഷത്തിന്റെ ഉള്ളിലാണ്. പിന്നെ 4 5 ആവുന്നത് 2 വർഷത്തില് 2027 സംഭവിക്കും. 5 6 ആവുന്നത് 2 വർഷത്തില് 2029 സംഭവിക്കും. 6 7 ആവുന്നത് 31, 7 8 ആവുന്നത് ഒറ്റ വർഷത്തില്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതും കൂടി അധികം ആൾക്കാർക്ക് അറിഞ്ഞൂടാ. അപ്പോ പ്രധാനമായിട്ടുള്ള കാര്യം എന്താ? 1 ട്രില്യൺ GDP ആവാൻ 61 കൊല്ലം എടുത്തു. ഇപ്പൊ 1 ട്രില്യൺ ആഡ് ചെയ്യാൻ 3 വർഷം എടുക്കുന്നുള്ളൂ. ഇനി മുന്നോട്ട് പോകുമ്പോഴും 2 വർഷത്തിൽ നടക്കും. 7 8 ആവുമ്പോൾ 2031 32 അപ്രോക്സിമേറ്റ്ലി 32 എന്നുള്ളത് ചിലപ്പോൾ 33 ആയിന്ന് വരാം, ചിലപ്പോൾ 30 സംഭവിച്ചു എന്ന് വരാം. ചെറിയ മാറ്റങ്ങൾ മാസങ്ങളിൽ ഉണ്ടാവാം. ഇത് സംഭവിക്കും. ആ തരത്തിലുള്ള വളർച്ചയാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ തൊഴിലില്ലായ്മ മുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഈ തരത്തിലുള്ള വളർച്ച ഇന്ത്യയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തരത്തിലുള്ള വളർച്ച ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഒരു കാര്യം എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും. നമുക്കൊരു വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ, ഒരു മേഖലയിൽ നമുക്കൊരു വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ ആ വൈദഗ്ധ്യത്തിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ വൈദഗ്ധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് വേണ്ടത്. വൈദഗ്ധ്യം ഉണ്ടായി കഴിഞ്ഞാൽ യു ഡോണ്ട് ഹാവ് ടു സെർച്ച് ഫോർ ജോബ്സ് വിൽ കം ടു യു, ജോബ്സ് വിത്ത് ഡീസന്റ് ഇൻകം. അപ്പോൾ നിങ്ങൾ ആ സ്കിൽ അക്വയർ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന അക്കൗണ്ടിങ് സ്കിൽ, കമ്പ്യൂട്ടിംഗ് സ്കിൽസിന്റെ കൂടെ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസും കൂടെ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ യുവർ ഫ്യൂച്ചർ വിൽ ബി വെരി ബ്രൈറ്റ് in an Indian economy which is prospering, which will prosper very fast. Thank you very much. ഇനി ഒരു 10 മിനിറ്റ് നേരം സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ ബി ഗ്ലാഡ് ടു ആൻസർ. അതൊക്കെ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി, നിങ്ങൾ വായിച്ച് പറഞ്ഞാൽ പറയാം. Over to you, Uma ma'am. Okay, thank you, sir. It was a very, very informative and great session. ഇപ്പോൾ കുട്ടികളോട് പറയുകയാണെങ്കിൽ they are the one building and going to enjoy the 100th year of independence celebration. Yes. As you said, some of us, I'm doubtful whether we will be alive to see that. At least we are seeing the growth in India. Yes, okay. That itself, as I mentioned, I really feel proud of the digital learning and digital currency. It's all used by the non-literate people as well. That's the beauty of it. Last weekend I was in Pondicherry. So I was walking over the beach early in the morning. So they were selling very healthy juice. So one old lady was the one selling and she's with a small phone. And as you know, we all go with only the phone. We cannot live. Everything is through the phone, cashless. So അപ്പൊ നമ്മളുടെ കൂടെയുള്ളവർ പറഞ്ഞു, I think even your daughter's principal was with me. She was the principal for Irishri, Dr. Jaya Narayanan. So she was telling, അയ്യോ നമുക്ക് ഹെൽത്തി ആയിട്ട് ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞാൽ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു ചെറിയ ഫോണല്ലേ, അപ്പം വെറുതെ ചോദിച്ചു കൊടുക്കാൻ പറ്റുമോ ഈ ഫോണില്? ഇല്ല എന്നോട് പൊണ്ണുക്ക് നമ്പർക്ക് ജിപേ இருக்குமா, നമ്പർ சொல்றேன் நீ ജിപേ பண்ணு പറഞ്ഞു. It was really superb, and it was such a great feeling to see even the older generation of the current economy, they are using the digital currency. Yes, they're doing that. That's great. It's a very, very great, and I feel really the difference within the every nook and corner of India. They all are at least striving to learn. They know that it's not possible to survive without digital currency. കാരണം ഈ ജനറേഷൻ മുഴുവൻ ഉപയോഗിക്കുന്നത് 10 രൂപയ്ക്ക് ജിപേ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരാളെടുത്ത് 10 രൂപ ഇല്ലാത്ത കാലമാണ്. So that is really pushing everybody to get digitally equipped even for their business. അപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് വളരെ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ ആയിട്ടും ഡെമോഗ്രാഫിക് കോമ്പിനേഷൻ ഈസ് വെരി ഗുഡ് ആൻഡ് വെരി മച്ച് ഫേവറബിൾ ഫോർ ഇന്ത്യ. അപ്പൊ നമ്മളുടെ എഡ്യൂക്കേഷൻ, ലിറ്ററസി റേറ്റ്, health, it's all really growing in the right direction. ഇനി കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ to the students, we all have to have, other than the knowledge of the subjects, we have to acquire soft skills and technical skills that will make you stand out. And the opportunities are very much available. Only thing, as you said,
We need to identify the opportunity and master it. Then That's job will come to you. You don't need to search for jobs. That's the market. കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. I just shared my feeling, my anxiety and my proud feeling, in fact, seeing the budget and the growth of India. It's really proud. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ please, it's a golden chance for you to clarify with Dr. Vijay Kumar. He is our own member. അതുകൂടാണ്ട് ഇപ്പോൾ അക്കൗണ്ട്സ് അക്കാഡമിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ വെറുതെ ഇങ്ങനെ സബ്ജക്റ്റ് ഡെബിറ്റും ക്രെഡിറ്റും അല്ല പഠിപ്പിക്കുന്നത്. വി ആർ പ്രിപ്പയറിംഗ് യു ഫോർ ദ റിയൽ ചാലഞ്ചിങ് ജോബ് മാർക്കറ്റ്. സോ യു ആൾ ഹാവ് ടു അപ്രീഷിയേറ്റ് ആൻഡ് യു ഹാവ് ടു റിയലി ഗോ ഫോർ ഓൾ ദീസ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ. എന്തൊക്കെ കോഴ്സുകൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്കുള്ള ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. വെറുതെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. സോഫ്റ്റ് സ്കിൽസും മറ്റുള്ള ടെക്നിക്കൽ സ്കിൽസും വളരെ എസെൻഷ്യലാണ്. ഗ്രോത്ത് കണ്ടല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഡിജിറ്റലിയും എല്ലാ വിധത്തിലും ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. നമ്മളായിരിക്കും ഡെഫിനറ്റ്ലി ലീഡേഴ്സ്. അപ്പോൾ മേക്ക് യൂസ് ഓഫ് ദ ചാൻസസ് അവൈലബിൾ വിത്ത് അക്കൗണ്ട്സ് അക്കാഡമി. ഇപ്പൊ ഏതെങ്കിലും ഒരു പോർഷൻ ഇന്ന് നമുക്ക് ചെറുതായിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായി. ദോ ഇറ്റ് ഈസ് നോട്ട് in our control, really sorry for the inconvenience, apologies. പക്ഷേ നമ്മളുടെ റെക്കോർഡ്സ് അവൈലബിൾ ആയിരിക്കും. ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഗം ഒന്നുകൂടി കേൾക്കണം എന്ന് തോന്നുകയാണെങ്കിൽ it will be in our YouTube channels very soon. It will be coming out. അപ്പോൾ make use of all these things and plan your future very well. വേറെ ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ we may conclude the session. Okay, thank you so much, sir. It's really great to have you every year, and we look forward for the next year and wish you good health and peace and happiness. Thank you. Thank you so much. Thank you, sir.